ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നിവിടെ ഒരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വഴുതനങ്ങ നല്ല ഫ്രഷ് വഴുതനങ്ങ ആയിരിക്കണം കേട്ടോ. വാടിയതാവരുത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള വഴുതനങ്ങ തന്നെ എടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കിന്ന് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. വഴുതനങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം ഇട്ട് വെക്കണം കേട്ടോ. വഴുതനങ്ങയ്ക്കൊരു കട്ടുണ്ട്, ആ കട്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റിന് ശേഷം നല്ലപോലെ കഴുകി എടുത്താൽ മതി. ഈ മെഴുക്ക് പുരട്ടിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, 2-3 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുന്ന മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ള ചട്ടി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി അടിപൊളിയായിട്ട് കിട്ടും. ചൂടായ എണ്ണയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ, നല്ലപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അതിലേക്ക് വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കുക. ഒരുപാട് നേരം ഇട്ട് വഴറ്റി മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഉള്ളിയിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മതി കേട്ടോ, നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് എരിവിനായിട്ട്. പൊടികൾ മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ പച്ചമുളക് ഇങ്ങനെ നല്ലോണം വാടി വരേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ നമ്മളെടുത്ത് കഴുകി എടുത്ത് വെച്ചിട്ടുള്ള ഈ വഴുതനങ്ങയില്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട ശേഷം വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചു കൊടുത്തൊരു കുഴഞ്ഞ പരുവത്തിലായിട്ട് പോവും. അങ്ങനെ വെള്ളം ഒഴിക്കാതെ ഇത് നമ്മൾ മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ഞാൻ ഇതിലേക്ക് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചേർക്കുമ്പോൾ ഈ മെഴുക്ക് പുരട്ടിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കും കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ ഇതിലേക്ക്. അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ നല്ല സെറ്റായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോവാതെ തന്നെ കിട്ടും നമുക്ക്. എപ്പോഴും മെഴുക്ക് പുരട്ടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കട്ടിയുള്ള ചട്ടി എടുക്കുകയാണെങ്കിൽ നല്ല അടി പിടിക്കൊന്നും ചെയ്യാതെ കുഴഞ്ഞു പോവാതെ നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. എന്തായാലും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.